ഇപ്പോൾ നൽകിയ വാഗ്ദാനം പിന്തള്ളപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് PV അൻവറിന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരർത്ഥത്തിൽ ഇപ്പോൾ ഡി ബിനോയ് സൂചിപ്പിച്ചതുപോലെ PV അൻവറിനെ പ്രകോപിതനാക്കുന്ന രീതിയിൽ തള്ളിപ്പറയേണ്ടതില്ല. ഒരു വാഗ്ദാനത്തിൻ്റെ ഒരു ഇളവ് അങ്ങോട്ട് കൊടുക്കുക, അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള നിലയിലേക്കായിരിക്കുമോ പോയിട്ടുണ്ടാവുക? തീർച്ചയായും അങ്ങനെ തന്നെ. കാരണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏകദേശം 8 മാസം അല്ലെങ്കിൽ 9 മാസം മാത്രമാണുള്ളത്. ആ സമയത്ത് ഈ പ്രശ്നങ്ങൾ പരിഗണിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒന്നിൽ കൂടുതൽ സീറ്റുകൾ നൽകി ഒപ്പം നിർത്താം എന്നൊക്കെ ഉള്ള വാക്കുകൾ നൽകിയായിരിക്കും ഒരു പക്ഷേ ഒരു അനുനയ ശ്രമത്തിലൂടെ PV അൻവറിനെ ഒപ്പം കൂട്ടുക. PV അൻവർ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഒന്നിൽ കൂടുതൽ സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുക. അങ്ങനെ മത്സരിച്ച് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു ചില അവകാശവാദങ്ങൾ കൂടി ഉന്നയിക്കാൻ ഒരു അവസരം കിട്ടും. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു തന്ത്രപരമായ നീക്കം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ കഴിയും. കാരണം ഇന്നലെ വരെ നിശബ്ദനായിരുന്ന UDFന് പൂർണ്ണ പിന്തുണ അറിയിച്ച എല്ലാവരുടെ ഒപ്പം നിന്ന അൻവർ ഇന്ന് രാവിലെയാണ് കളം മാറ്റിയത്. അതായത് കൃത്യമായി പറയുന്നു, ഷൗക്കത്തിനെ അംഗീകരിക്കാനാകില്ല, നല്ല ചെകുത്താനെ മത്സരിപ്പിക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ UDF പ്രവേശനം വൈകാൻ പാടില്ല. അങ്ങനെ ഇത്തരത്തിൽ വലിയ കല്ലുകടിയുടെ ശബ്ദങ്ങളായിരുന്നു അത് എന്ന് വേണം നമുക്ക് പറയാൻ കഴിയും. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും കോൺഗ്രസ് നേതാക്കന്മാർ ആദ്യഘട്ട ചർച്ചകൾ നടത്തും, ഒരു സമവായത്തിലുള്ള നീക്കം നടത്തുമെന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു. UDF കൺവീനറും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയില്ല, പ്രത്യേകിച്ചും അത് മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ UDFിലെ ഏറ്റവും രണ്ടാമത്തെ കക്ഷി എന്ന നിലയ്ക്ക് ഒരു പക്ഷേ ലീഗുമായി ഒരു ചർച്ച നടത്തും. ലീഗും കോൺഗ്രസും ചർച്ച നടത്തിയതിന് ശേഷമായിരിക്കും അൻവറുമായി ആരൊക്കെ ചർച്ച നടത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുമെന്ന നിലപാട് തന്നെ കോൺഗ്രസ് എടുത്തിരിക്കുന്നു. അതിന് ധീരമായ തീരുമാനമെന്ന് ഒരു പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം, അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ നേരത്തെ CPM-നോട് എടുത്ത നിലപാടുകൾ അത് കോൺഗ്രസിന്റെ മുന്നിൽ ഒരു പാഠമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും അൻവർ എന്താണോ CPM-നോട് ഏത് തരത്തിലുള്ള ഒരു നാടകമാണോ കളിച്ചത്, ആ നാടകം ഇനി ഒരു പക്ഷേ UDFിന്റെ ഒരു കോൺഗ്രസിന് നേരെ കൊണ്ടാനുള്ള സാധ്യത ഇവരും മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് ഒരു മുന്നണി പ്രവേശനം എന്ന കാര്യത്തിനോട് ഒരു ലീഗോ അല്ലെങ്കിൽ കോൺഗ്രസോ ആദ്യഘട്ടത്തിൽ തയ്യാറെടുക്കാനുള്ള സാധ്യതകൾ കുറവാണ്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ അൻവർ അല്ലെങ്കിൽ അൻവർ പിന്നെ എന്തുമാത്രം വോട്ട് നിലമ്പൂരിൽ സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ തെളിവുകളിൽ ഒന്നായി അവർ കണക്കാക്കപ്പെടുന്നത് 2 പ്രാവശ്യമാണ് അൻവർ നിലമ്പൂരിൽ നിന്ന് മത്സരിച്ചത് വിജയിച്ചത്. 2ാം പ്രാവശ്യം മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷത്തിലുണ്ടായ കുറവും ജനസമ്മതിയിലുണ്ടായ കുറവുമൊക്കെ കണക്കാക്കിയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ഒരു പ്രകോപനം അൻവറിൽ നിന്ന് ഉണ്ടാകാത്ത തരത്തിൽ ഒരു സമവായത്തിലൂടെ തൽക്കാലം കൂടെ നിർത്തി പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാര്യങ്ങൾ പരിഗണിക്കാം എന്ന തരത്തിലേക്ക് പറഞ്ഞു വെക്കുകയും അതെ, ആ സമയത്ത് കാര്യങ്ങൾ പരിഗണിക്കാം എന്നുള്ള നിലയ്ക്ക് ആയിരിക്കണം UDFിന്റെ ഇപ്പോഴത്തെ മനസ്സിലിരിപ്പ്. ഡി ബിനോയിലേക്ക് തിരികെ എത്താം. നിലമ്പൂരിൽ നിന്ന് ഉള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ, ഈ ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥി, UDFിന് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു തീരുമാനത്തിന്റെ തുമ്പത്ത് നിൽക്കുമ്പോൾ പ്രഖ്യാപനം മാത്രമേ ഇനി വേണ്ടതുള്ളൂ. നിലമ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ നോക്കാം. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം UDFിനെ സംബന്ധിച്ചിടത്തോളം UDF സ്ഥാനാർത്ഥി ആരായാലും അവരെ വിജയിപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുക. സ്ഥാനാർത്ഥി ആര് എന്നത് ചർച്ചയല്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് UDF പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് പൂർണ്ണ സജ്ജമായി നിൽക്കുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത്. സ്ഥിരം ഇവിടെ നിന്ന് തന്നെയാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തനത്തിൽ ഇറങ്ങാറ്. അത്തരത്തിലുള്ള പ്രഖ്യാപനത്തിന് വേണ്ടി UDFിന്റെ സ്ഥാനാർത്ഥിക്കുള്ള പ്രഖ്യാപനത്തിന് വേണ്ടി ഉള്ള കാത്തിരിപ്പായിട്ടാണ് ഇവിടെ മുഴുവൻ പ്രവർത്തകരും എത്തിയിട്ടുള്ളത്. സ്ഥാനാർത്ഥി ഏതായാലും ഇന്നതെന്തായാലും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. അതിനിടക്ക് അൻവർ സമ്മർദ്ദത്തിലാക്കുകയാണ്. അല്ലാതെ അൻവറിന്റെ ഉദ്ദേശവും UDF ഒക്കെ പിണറായിക്കെതിരെയുള്ള പോരാട്ടമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ പോരാട്ടവുമായി UDF മുന്നോട്ട് പോകും. അതെ, അൻവർ സമ്മർദ്ദത്തിലാക്കുകയാണ് എന്നാണ് ആര്യാടൻ മുഹമ്മദിന്റെ വസതിയിൽ തയ്യാറായി നിൽക്കുന്ന പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകരിൽ ചിലരെങ്കിലും പറയുന്നത്. അപ്പോൾ ആ സമ്മർദ്ദത്തിന്, അതായത് ആര്യാടൻ ഷൗക്കത്തല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി നിശ്ചയിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇതാ UDFും കോൺഗ്രസും സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കുന്നു എന്നുള്ള വ്യാഖ്യാനവും വരുമായിരുന്നു. ഡി ബിനോയിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ഡി ബിനോയ്, ഇനി ഉള്ള 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളത് ഉറപ്പിക്കപ്പെടുന്നു.
ഇനി PV അൻവർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള ചോദ്യം വരുന്നു. PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ളതിലേക്ക് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്ന് വന്നാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കെട്ടിയേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞ് മാറി നിന്ന BJPക്കും അങ്ങനെ വെറുതെ നിൽക്കാൻ കഴിയില്ല. BJPക്കും മത്സരിക്കേണ്ടി വരും. കാരണം PV അൻവർ കൂടി മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് 3 പ്രധാനപ്പെട്ട മത്സരമാകുന്നു. അവിടെ BJP മാറി നിൽക്കുന്നത് ഉചിതമാവില്ല. ആ വോട്ടുകൾക്കെല്ലാം പ്രാധാന്യം വരുന്നു. ചെറിയ രീതിയിലുള്ള വോട്ടും ശതമാനമാണെങ്കിൽ പോലും ഈ UDFും LDFും ഒറ്റയ്ക്ക് PV അൻവറും ഉണ്ട് എങ്കിൽ BJPക്കും അവിടെ രംഗപ്രവേശനം ചെയ്യേണ്ടി വരും. അതോടുകൂടി താരതമ്യേന അപ്രസക്തമായി വലിയ രീതിയിൽ ചർച്ചയാവാതെ പോകേണ്ടിയിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ ശ്രദ്ധാവിഷയമായി തീരും അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ MSA പറയാൻ കഴിയും. കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ആ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സമ്മർദ്ദ തന്ത്രം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ നിലവിലെ സാഹചര്യത്തിൽ PV അൻവർ കാണുന്നില്ല. കാരണം ഇനി എന്തായാലും LDFിലേക്ക് അല്ലെങ്കിൽ ഇടതു മുന്നണിയിലേക്ക് അദ്ദേഹം തിരിച്ചു പോകാൻ കഴിയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അവിടെ ഒരു വോട്ടിംഗ് ശതമാനത്തിലോ അല്ലെങ്കിൽ UDFിനോ ഒരു പരാജയം ഉണ്ടാകുന്ന തരത്തിലേക്ക് നീക്കങ്ങൾ നടത്താൻ കഴിയും എന്നതിനപ്പുറം മറ്റു കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആണ് കോൺഗ്രസ് നേതാക്കന്മാർ നേരത്തെ മുതൽ പറയുന്നത്, അതൊരു വിഭാഗം നേതാക്കൾ ശക്തമായ ഭാഷയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇത്തരം ചിത്രങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് മുട്ടുമടക്കാൻ പാടില്ല. ആരെയാണോ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരുന്നത് ആ സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന നിലപാട് മുതിർന്ന നേതാക്കന്മാർ തന്നെ സ്വീകരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒപ്പം നിലവിലെ സാഹചര്യത്തിൽ അവിടെ പാർട്ടിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷകളുണ്ട്. പ്രത്യേകിച്ചും മലയോര മേഖലയുമായി ബന്ധപ്പെട്ട വോട്ടുകൾ, ഒപ്പം ന്യൂനപക്ഷ വോട്ടുകളൊക്കെ തന്നെ കൃത്യമായി ആര്യാടൻ ഷൗക്കത്തിന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അൻപത്തോളം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത ചില നിലപാടുകൾ കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇടപെട്ടു എന്നൊരു ചർച്ച അവിടെ നടക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അൻവർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വോട്ട് അല്ലെങ്കിൽ വോട്ടർമാരുടെ പിന്തുണ അൻവറിന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് കോൺഗ്രസിന്റെയും വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സമവായം, അതിനപ്പുറത്തേക്ക് അൻവർ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു നടപടിയിലേക്കും അവർ പോകില്ല. മത്സരം കടുക്കും. നേരത്തെ MS സൂചിപ്പിച്ചതുപോലെ തന്നെ BJPക്ക് മത്സര രംഗത്തേക്ക് വരേണ്ടി വരും. കാരണം BJP ഇപ്പോൾ പറയുന്നത് അവരുടെ ലക്ഷ്യം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ്. അതല്ലാതെ മനഃപൂർവ്വം തള്ളിയിടപ്പെട്ട ഒരു മത്സരത്തിലേക്ക് BJP മത്സരിക്കേണ്ട സാഹചര്യമില്ല എന്നതാണ്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, BJP നിലവിലെ സാഹചര്യത്തിൽ NDA സഖ്യം മത്സരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആരാണോ ജയിക്കുന്നത്, LDF ആയാലും UDF ആയാലും ജയിക്കുന്നത്, ആ ജയിക്കുന്നവർക്ക് എതിർ അല്ലെങ്കിൽ പരാജയപ്പെട്ട മുന്നണികൾ കൃത്യമായും BJPയെ പഴിചാരും. അത് ഉറപ്പാണ്. കാരണം BJPയുടെ വോട്ടുകൾ ഏത് മുന്നണിയാണ് ജയിച്ചത് അവർക്ക് അനുകൂലമായി ലഭിച്ച തരത്തിലേക്ക് കാര്യം എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ BJP മത്സരരംഗത്തേക്ക് വരും. നേരത്തെ MS സൂചിപ്പിച്ചതുപോലെ അൻവർ മത്സരരംഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ NDA വരും. NDAയുടെ ഘടകകക്ഷികളിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും ഒരുപക്ഷെ മത്സരിക്കാനുള്ള സാധ്യതയും. MS അതെ, UDFിന്റെ പ്രഖ്യാപനം ഉടൻ എന്ന് പറഞ്ഞാലും അത് രാത്രിയെങ്കിലും ആവാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഈ KPCCയുടെ ഭാഗത്തുനിന്ന് അറിയിപ്പ് പോകുന്നു, അതിൻ്റെ ഒരു തീരുമാനം വരുന്നതിന് പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് നൽകുന്നത് പോലെ ശരി അംഗീകരിച്ചിരിക്കുന്നു, അറിയിച്ചോളൂ എന്നുള്ള രീതിയിലല്ലല്ലോ ഹൈക്കമാൻഡിൻ്റെ ഒരു രീതി. അതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് UDFിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. സ്ഥാനാർത്ഥിയായിട്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് ഹൈക്കമാൻഡിന് KPCC കൈമാറിയിരിക്കുന്നു. ഏകദേശം ഇന്ന് രാത്രിയോടുകൂടിയാണോ അതോ അതിന് സാധാരണഗതി പ്രകാരം അതിന് മുമ്പേ തന്നെ പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ടോ? തീർച്ചയായും അത് നേരത്തെ തന്നെ അവർ സൂചിപ്പിച്ചിരുന്നത് ഇന്ന് രാത്രിയോടുകൂടി തന്നെ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് നാളെ മുതൽ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിലും ഉൾപ്പെടെ മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും ഘടകകക്ഷി നേതാക്കളുമെല്ലാം സംഘടിച്ച് നിൽക്കുന്നത്. കാരണം ഇന്ന്